യെസ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം SSLC എക്സാമിന് എപ്പോഴും പല ചാപ്റ്ററുകൾ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്. ഇത് 2 ചാപ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാത്രല്ല, നോക്ക്, ഈ സ്ക്വയറിന്റെ ഏരിയ 144 ആണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എന്തായിരിക്കും? ഒരു സ്ക്വയറിന്റെ ഏരിയ 144 ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എന്തായിരിക്കും? അതെങ്ങനെ 12 കിട്ടിയത്? റൂട്ട് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ഏരിയ 144 ആണെങ്കിൽ 2 സൈഡുകൾ മൾട്ടിപ്ലൈ ചെയ്താലല്ലേ ഏരിയ കിട്ടുക. ഇതുവരെ ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ വാട്ട് ഈസ് PQ? വാട്ട് ഈസ് PQ? വാട്ട് ഈസ് PQ? 12. റെഡി അല്ലേ? അതായത് ഇതിന്റെ ഏരിയ 144 ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു സ്ക്വയർ ആണ്, ഇതിന്റെ ഏരിയ 36 ആണെങ്കിൽ ഒരു സൈഡ് എത്ര? 36 ആണ് ഇതിന്റെ ഏരിയ എങ്കിൽ ഒരു സൈഡ് എത്ര? 6. ഇവിടെ സൈഡ് ഏരിയ 144 ആണെങ്കിൽ ഒരു സൈഡ് എത്ര? 12. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാനാണ്. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം, ഇതാണ് ഇക്വേഷൻ. PA into PB is equal to, ഈ ആദ്യത്തെ ഇതിലാണ് എഴുതേണ്ടത്. PA into PB is equal to PQ സ്ക്വയർ. ചില ആൾക്കാർ അവിടെ PC സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. PC ആണെങ്കിൽ PC സ്ക്വയർ എന്ന് പറയാം, PQ ആണെങ്കിൽ PQ സ്ക്വയർ എന്ന് പറയാം, PD ആണെങ്കിൽ PD സ്ക്വയർ എന്ന് പറയാം, വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എന്ന് പറയാം. റെഡിയാണോ? സോ PA into PB is equal to PQ സ്ക്വയർ. ക്ലിയർ ആണോ? ഇതാണ് ഇക്വേഷൻ. കണ്ണ് തുറന്ന് നോക്കിക്കോളൂ. PA into PB is equal to PQ സ്ക്വയർ. എന്താണ് PA? തന്നിട്ടില്ല. വെരി ഗുഡ്. അപ്പൊ PA എന്ന് തന്നെ എഴുതണം, നോണ എഴുതാൻ പാടില്ല. വാട്ട് ഈസ് PB? വാട്ട് ഈസ് PB? 9 equal to PQ സ്ക്വയർ. അതെങ്ങനെ 144 കിട്ടിയത്? 12ന്റെ സ്ക്വയർ. PQ എന്ന് പറഞ്ഞാൽ 12 ആണ്, 12ന്റെ സ്ക്വയർ 144 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ഇതിൽ നിന്ന് PA നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻറ്റു 9 ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? ഇൻറ്റു 9 ഇങ്ങോട്ട് വരുമ്പോ എന്ത് വരും? വേഗം ചെയ്ത് നോക്കൂ. 144/9 എത്രയാണ്? 16 കിട്ടിയിട്ടുണ്ടോ? എടാ എത്ര കിട്ടി? എത്ര കിട്ടി? PA എത്ര കിട്ടി? 16 ആണോ? യെസ്, PA എന്നുള്ളത് 16 കിട്ടി. നിങ്ങളൊന്ന് പറഞ്ഞ AB എത്രക്കാരം? അപ്പോ AB എത്രക്കാരം? അതെങ്ങനെ 7 ആയത്? അത് ടോട്ടല് 16 ആണ്. PA ടോട്ടല് 16 ആണ്. അപ്പൊ അവിടെ 9 വരും. സോ നമ്മൾ ഇനി PD മറ്റേത് കാണാൻ വേണ്ടിട്ട് മറ്റേ ചാപ്റ്ററിലെ ഇക്വേഷൻ ചെയ്യാൻ തുടങ്ങുകയാണ്. എന്താണ് മറ്റേ ചാപ്റ്ററിലെ ഇക്വേഷൻ? എന്താണ് മറ്റേ ചാപ്റ്ററിലെ ഇക്വേഷൻ? ഇവിടുന്ന് തുടങ്ങുക. അങ്ങനെ ഒരു ഇക്വേഷൻ, ഇങ്ങനെ 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 ഒരു ഇക്വേഷൻ ഇല്ലേ? PC into PD is equal to PA into PB. ഇക്വേഷൻ എഴുതിക്കോളൂ. ഇത് നമ്മൾ മുമ്പ് പഠിപ്പിച്ചതാണ്. PC into PD is equal to PA into PB. PC into PD is equal to PA into PB. What is PC? തന്നിട്ടില്ല. സോ PC എന്ന് തന്നെ എഴുതുക. മക്കളെ PD എത്രയാണ്? 8. P എത്രയാണ്? 16. PB എത്രയാണ്? 9. സോ PC ആണ് PD 8 അല്ലേ? PA 16 അല്ലേ? PB എത്ര? 9. PC എങ്ങനെ കാണുക? 16 into 9/8. മനസ്സിലായില്ല? ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോ എന്താവും? ഡിവൈഡഡ് ആവും. കട്ട് ചെയ്തിട്ട് വേഗം ആൻസർ കണ്ടുപിടിച്ചോളൂ. 16ഉം 8ഉം കട്ട് ചെയ്യാം. ആൻസർ എത്ര കിട്ടിയത്? 18 കിട്ടിയിട്ടുണ്ടോ? യെസ്, ആൻസർ 18. ചില ആൾക്കാർ ഇതേപോലെ ലെറ്റർ ചെയ്തിട്ടുണ്ടാവുക.
ഇതേപോലെ ഒന്നാവില്ല ചെയ്തിട്ടുണ്ടാവുക. ഇതല്ലാത്ത മോഡലിൽ ചെയ്താലും കിട്ടും. എല്ലാത്ത മോഡലിൽ തന്നെ 16/9 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ കിട്ടിയ ആൻസറിനെ 8 തൊട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്താലും കിട്ടും. 18 കിട്ടിയിട്ടുണ്ടാവും. PC 18 ആണെങ്കിൽ CD എത്ര? PC 18 ആണെങ്കിൽ CD എത്ര? CD എത്രയാണ്? 10. മനസ്സിലായില്ലല്ലോ. ഇത് ടോട്ടല് PC ടോട്ടൽ എത്രയാണ്? 18. ഇവിടെ 8 ഉണ്ട്. ഇത് എത്രക്കാരം? 10. വെരി സിമ്പിൾ ആണ്, പക്ഷേ ഡിഫിക്കൽട്ട് ആണ്. നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, ഈ പിക്ചർ ഇതുപോലെ റഫിലേക്ക് വരച്ചു വെക്കുക, സ്വന്തം ചെയ്തു നോക്കുക. സ്റ്റാർട്ട്.